നമസ്കാരം. ഗാസയിൽ വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കാൻ ഹമാസിന്റെ മുൻകരുതൽ തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്ന പല രീതികളും. 4 ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഇസ്രായേലിന് വിട്ടു നൽകി ഹമാസ് ഇപ്പോൾ എത്തുകയാണ്. ഇതിനു പകരമായി ഫലസ്തീനി തടവുകാരെ ഇസ്രായേലും ഹമാസിന് കൈമാറിക്കഴിഞ്ഞു. 5 ആഴ്ചയായി തന്നെ നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് നടപടി. ഇതോടെ ഗസയിൽ വീണ്ടും യുദ്ധം തുടങ്ങുമെന്ന ആശങ്കകൾക്ക് താൽക്കാലികമായെങ്കിലും വിരാമമായി. ബന്ദികളുടെ മൃതദേഹങ്ങൾ ദക്ഷിണ ഗസയിൽ വെച്ചാണ് റെഡ് ക്രോസിന് കൈമാറിയത്. അർദ്ധരാത്രിയോടെ കെറാം ഷാലോമിലാണ് മൃതദേഹങ്ങൾ കൈമാറിയത്. വെസ്റ്റ് ബാങ്ക് നഗരമായ റാമല്ലയിൽ വെച്ചാണ് ഇസ്രായേൽ ബന്ദികളെ കൈമാറിയത്. റെഡ് ക്രോസിനാണ് ഇസ്രായേൽ തടവുകാരെ കൈമാറിയത്. 600 തടവുകാരെയാണ് ഇസ്രായേൽ ഇത്തരത്തിൽ വിട്ടു നൽകിയത്. നേരത്തെ തടവുകാരുടെ മോചനം ഇസ്രായേൽ വൈകിപ്പിച്ചത് വെടിനിർത്തൽ കരാറിന്റെ ഭാവിയെ സംബന്ധിച്ച് ആശങ്കകൾ ഉളവാക്കിയിരുന്നു. ആദ്യഘട്ട വെടിനിർത്തൽ കരാർ സമാപിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കവെയാണ് ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റത്തിന് പുരോഗതി ഉണ്ടായിരിക്കുന്നത്. തടവുകാരെ വിട്ടയക്കാൻ ഇസ്രായേൽ വിസമ്മതിക്കുന്നത് കരാറിന്റെ ഗുരുതരമായ ലംഘനമാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തിയിരുന്നു. തടവുകാരെ വിട്ടയക്കാതെ 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ സാധ്യമാകില്ല എന്നും അവർ വ്യക്തമാക്കി. ഇതിനിടയിലാണ് മധ്യസ്ഥർ മുൻകൈയെടുത്തത്, ഇരു കൂട്ടർക്കുമിടയിൽ ധാരണ ഉണ്ടാക്കിയത്. അതിനിടെ ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിൽ സൈനിക നടപടി ഇസ്രായേൽ കടുപ്പിച്ചു. ഹെബ്രോൺ, തുൽക്കറം, നബലൂസ് പ്രദേശങ്ങളിൽ നിന്ന് 50-ലധികം പേരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. 100 ഷംസ് ക്യാമ്പിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ശനിയാഴ്ച ഹമാസ് മോചിപ്പിച്ച 6 ഇസ്രായേൽ ബന്ദികൾക്ക് പകരം 620 ഫലസ്തീൻ തടവുകാരെയാണ് ഇസ്രായേൽ വിട്ടയക്കേണ്ടിയിരുന്നത്. എന്നാൽ കരാർ പാലിക്കാതെ ഇസ്രായേൽ അവസാന നിമിഷം തടവുകാരുടെ കൈമാറ്റം മാറ്റിവെച്ചു. ശേഷം കൈറോയിൽ നടന്ന സംഭവമായ ചർച്ചയാണിപ്പോൾ തടവുകാരുടെ മോചനത്തിന് വഴിതെളിച്ചത്. വൈകാതെ 620 ഫലസ്തീൻ തടവുകാരെയും സ്ത്രീകളുടെയും കുട്ടികളും അടങ്ങുന്ന പുതിയ ബാച്ചിലെ സമാന എണ്ണം തടവുകാരെയും ഇസ്രായേൽ മോചിപ്പിക്കും. ഇവരെ മോചിപ്പിച്ച ശേഷം 4 ബന്ദികളുടെ മൃതദേഹം കൈമാർ ഹമാസും സന്നദ്ധത അറിയിച്ചു. കരാർ ഇസ്രായേൽ സ്ഥിരീകരിച്ചു. എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ അവർ നൽകിയില്ല. അതേസമയം പുതിയ കരാർ ഇസ്രായേൽ പാലിക്കുമെന്ന് മധ്യസ്ഥരിൽ നിന്ന് വ്യക്തമായ ഉറപ്പ് ലഭിച്ചെന്ന് ഹമാസ് വക്താവ് ഹസീം ഖാസിം പറഞ്ഞു. അതിനിടെ 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ച പുനരാരംഭിക്കാൻ അമേരിക്ക ശ്രമം തുടങ്ങിയതായി ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞു. അനുരഞ്ജന ചർച്ചകൾക്കിടയിലും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈനിക നടപടി കടുപ്പിക്കുകയാണ്. 50ഓളം പേരെ ഇന്നും ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തു. നേരത്തെ വിട്ടയക്കപ്പെട്ട തടവുകാരെയും കുട്ടികളെയും ഉൾപ്പെടെയാണ് ഇസ്രായേൽ സൈന്യം തടവിലാക്കിയത്. തുൽക്കറം, നൂർ ഷംസ്, നബലൻസ് ക്യാമ്പുകളിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം തുടരുകയാണ്. ഇസ്രായേൽ നിർത്തിവെച്ച ഫലസ്തീൻ തടവുകാരുടെ കൈമാറ്റത്തിന് ധാരണയായി. 620 തടവുകാരെ, സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പുതിയ ബാച്ച് തടവുകാരെയും കൈമാറിയതിന് 4 ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹം ഹമാസും കൈമാറും. കെറോയിൽ നടന്ന സമവായ ചർച്ചയിലാണ് ധാരണയായത്. അതിനിടെ ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്കിലെ സൈനിക നടപടി ഇസ്രായേൽ കടുപ്പിച്ചു.